ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലിംഗത്തിൻ്റെ സൈസിൽ വ്യത്യാസം അല്ലെങ്കിൽ ലൈംഗിക താല്പര്യക്കുറവ്, സ്ത്രീകളിലെ പോലെ പുരുഷന്മാരിൽ മാറിടം വലുതായി വരിക, ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പുരുഷന്മാർ ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പല ഹോർമോൺ ടെസ്റ്റുകളും അവർക്ക് കൊടുക്കുകയാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ പറയുന്ന ഒരു ടെസ്റ്റാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ്. ശരീരത്തിൽ എത്ര ഉണ്ട് എന്ന് നോക്കാൻ നമ്മൾ പറയാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. പുരുഷനെ പുരുഷനായി നിലനിർത്തുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോൺ പുരുഷൻ്റെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ലൈംഗിക താല്പര്യക്കുറവ്. ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് നമ്മളോട് പറയാറുള്ളത്, ഡോക്ടറെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടു, പിന്നെ ആഴ്ചകളോളം മാസങ്ങളോളം ബന്ധപ്പെടാനില്ല താല്പര്യം ഇല്ലാതെ വരികയാണെന്ന്. ഇങ്ങനെ ഈ ഒരു ലക്ഷണം പറയുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ് പോയി ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് ഒന്ന് ചെക്ക് ചെയ്യാൻ. കാരണം ഇത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ലൈംഗിക താല്പര്യക്കുറവ്. രണ്ടാമതായിട്ട് ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഉദ്ധാരണത്തിന് ബലക്കുറവ് ഇല്ല പോലെ തോന്നുക, ഇതൊക്കെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. പുരുഷന്മാരുടെ ശരീരത്തിൽ മുഖത്ത് കാണുന്ന രീതിയിലുള്ള രോമങ്ങൾ കൊഴിഞ്ഞു വരിക, ഇതൊക്കെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ പുരുഷന്മാരെ ഒരു പുരുഷനായിട്ട് മാറ്റുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ശരീരത്തിൽ ആ ഒരു മസിൽ മാസിൽ കുറവ് വരുന്നതായിട്ടും ശരീരത്തിൽ ഫാറ്റ് അതിൻ്റെ അളവ് അല്ലെങ്കിൽ ഇവിടെയായിട്ട് ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടാനില്ല സാധ്യതയും വളരെ കൂടുതലാണ്. മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ദേഷ്യം, ക്ഷീണം, ഉറക്കക്കുറവ് പോലത്തെ പ്രശ്നങ്ങളും ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കണ്ടുവരാറുണ്ട്. ഇത്രയുമാണ് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് പേഷ്യൻസ് ഞങ്ങളെ ക്ലിനിക്കിൽ വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുള്ളത് ടെസ്റ്റോസ്റ്ററോൺ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാനാണ്. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് രാവിലകളിൽ പോയിട്ട് ചെക്ക് ചെയ്യാനാണ്. ഇതിന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിലാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും രാവിലകളിലാകുമ്പോൾ ഇതിൻ്റെ ഒരു ലെവല് കൂടുതലായിട്ട് നിൽക്കും. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് 4 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ പൊതുവെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കമ്മിയായി വരുന്നത് കൊണ്ട് തന്നെ ലെവല് എപ്പോഴും കുറവായിട്ടാണ് കാണിക്കാറുള്ളത്. ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ ഉൽപാദനം നടക്കുന്നത് രാത്രി കാലങ്ങളിൽ, പ്രത്യേകിച്ച് 10 മണി മുതൽ 3 മണി ഇല്ല സമയങ്ങളിലാണ് ഇതിൻ്റെ ഉൽപാദനം ശരീരത്തിൽ നല്ല രീതിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ ലെവൽ എത്രയാണ് എന്ന് അറിയണമെങ്കിൽ രാവിലകളിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളടുത്ത് ക്ലിനിക്കിൽ വരുമ്പോൾ പേഷ്യൻസ് പറയുന്ന വേറൊരു ലക്ഷണങ്ങളിൽ ഒന്നാണ് രാവിലകളിൽ ഉദ്ധാരണം കുറഞ്ഞു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അവരത് ചെക്ക് ചെയ്ത് വരുമ്പോൾ അത് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത്, ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപാദനം നടക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഞാൻ ഇനി പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ ശരീരത്തിൽ ഉൽപാദനം നടത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് മുട്ട. ഡെയിലി ഒരു 1-2 മുട്ട വീതം കഴിക്കുകയാണെങ്കിൽ അതിലുള്ള വൈറ്റമിൻ ഡി അല്ലെങ്കിൽ അതിൽ
രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ, ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം പോലത്തെ ബുദ്ധിമുട്ടുകളെ തടയാനും അതുപോലെ തന്നെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് മുട്ട. രണ്ടാമതായിട്ട് മിതമായ അളവിൽ റെഡ് മീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവല് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആഴ്ചയിൽ 1-2 തവണ മിതമായ അളവിൽ ഈ ഒരു റെഡ് മീറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ അടങ്ങിയിട്ടില്ല സിങ്ക്, അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ്, അയേൺ എല്ലാം ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനത്തിനെ സഹായിക്കാനും ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം എല്ലാം മാറ്റാനും സഹായിക്കും. എല്ലാത്തരം ചെറുമീനുകളും ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ മീനുകളിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു മീനുകൾ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷന് ശരീരത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉൽപാദനം ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന നട്ട്സ്, പ്രത്യേകിച്ച് ആൽമണ്ട്സ്, ബദാം ഒക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് പൊതിർത്ത് അത് രാവിലെകളിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇതും നല്ല രീതിയിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പച്ചക്കറികൾ, പ്രത്യേകിച്ച് ചീര, മുരിങ്ങ, ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് എല്ലാം ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, അവഗാഡോ, ഈ അവഗാഡോയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ B6 പോലത്തെ വൈറ്റമിൻസ് എല്ലാം ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം നല്ല രീതിയിൽ ശരീരത്തിൽ നടത്താനും ഇതുപോലെ ഉദ്ധാരണക്കുറവ്, ലൈംഗിക താല്പര്യക്കുറവ്, ശീഘ്രസ്ഖലനം പോലത്തെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും ഈ ഒരു ഭക്ഷണങ്ങൾ സഹായിക്കുന്നതാണ്. ഇത്രയും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപാദനം നടത്താനും ഇതുപോലത്തെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും സഹായിക്കും. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.